എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇനി ക്രിസ്മസ് എല്ലാം വരാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടൊരു മെത്തേഡാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ക്യാരറ്റ് കേക്ക് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് 1/2 കപ്പ് ക്യാരറ്റ് വിളയിച്ചത് വേണം. അപ്പോൾ അങ്ങനെ അതൊരു 1/2 കപ്പ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ക്യാരറ്റ് വിളയിക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര 3 ഗ്രാമ്പൂവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും ഗ്രാമ്പൂവൊക്കെ ചേർക്കുമ്പം. പിന്നെ ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 240 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു 3 തവണയെങ്കിലും നമ്മളൊന്ന് അരിച്ചെടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കണം. അപ്പോൾ ഒട്ടും നനവില്ലാത്ത ജാർ വേണം എടുക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 240 ml കപ്പിൽ 1 കപ്പ് മൈദയ്ക്ക് 2 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് കാരമൽ സിറപ്പ് ചേർക്കുന്നുണ്ട്. അത് വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയതാണ്. ഇപ്പോൾ കാരമൽ സിറപ്പ് തയ്യാറാക്കുന്നത് 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് ഒന്ന് കരിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് സിറപ്പ് തയ്യാറാക്കിയതാണ്. അത് തിക്കായ ഒരു സിറപ്പാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ ഒരു സിറപ്പ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒരു കളർ കിട്ടും. അതിനുവേണ്ടിയാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് നമുക്കൊരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ക്യാരറ്റ് വിളയിച്ച് വെച്ച ആ ഒരു ബൗളിലേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഓവറായിട്ട് നമ്മളിത് മിക്സ് ആക്കരുത്. പതിയെ പതിയെ വേണം നമ്മളിതൊന്ന് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് പതിയെ വേണം നമ്മൾ ഈ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കാരണം മുട്ടയൊക്കെ അടിച്ചാൽ അപ്പോൾ അത് അങ്ങ് അടങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പതിയെ മിക്സ് ആക്കി എടുക്കണം എന്നുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് മൈദ മാറ്റി വെച്ചത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ മൈദ മൊത്തമായിട്ടിട്ട് നമ്മൾ മിക്സ് ആക്കാൻ നോക്കരുത്. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ സോഫ്റ്റായിട്ട് തന്നെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മൈദയുടെ മിക്സും അതുപോലെ മുട്ടയും ക്യാരറ്റും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ 5 ഇഞ്ചിൻ്റെ ട്രേ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഒരു 45 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗ്യാസ് സ്റ്റോപ്പിലാണ് കുക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ 45 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിവിടെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് കിട്ടും. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടുണ്ട്. ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്കിത് ഈ മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. പിന്നെ നമുക്ക് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാത്തവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായിട്ട് കാണാം. ബൈ, താങ്ക് യു.